ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചൊന്നുമില്ല, ഉച്ച കഴിഞ്ഞ് ദേവൻ വന്നു കഴിഞ്ഞാൽ കുളിച്ച. ദേവന് പനി ആയതുകൊണ്ട് ദേവൻ 3 മണിയൊക്കെ ആയപ്പോൾ ദേവൻ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറും പുട്ടിയൊക്കെ വാരി പൊത്തു കേട്ടോ. ദേവൻ അവിടെ ഇരുന്ന് ഞുറുക്കൊക്കെ കഴിക്കുവാണ്. അപ്പോൾ എന്നോട് ഓരോന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുക. കൊച്ചിന് തീരെ വയ്യ, നല്ല ചുമയുണ്ട്. ഞാൻ സിന്ദൂരമൊക്കെ തൊട്ട് എന്നും കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. പിന്നെ ഇന്ന് വീഡിയോ കൂടി എടുക്കുമല്ലേ, എന്നാൽ ഒരുങ്ങിയേക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് ഇതാണ് എൻ്റെ ടോട്ടൽ ലുക്ക്. അപ്പോൾ വിതുക്കുട്ടൻ അവിടെ വന്ന് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് കഴിഞ്ഞപ്പോൾ ചേട്ടായി ചോറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പയ്യെ നങ്ങി. ഞാൻ വീഡിയോ എടുക്കണില്ലെന്ന് വിചാരിച്ചാൽ അന്നേരമാണ് ചേട്ടായി ഞാൻ പറഞ്ഞ ആ സാധനവും കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം, നിങ്ങളെങ്കിലും കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഞാൻ ചേട്ടായിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതിപ്പിട്ട് അവിടെ വന്ന് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ക്യാമറ കിട്ടൊക്കെ നോക്കി കാണിച്ചിട്ട് പുള്ളി പോവുക. അങ്ങനെ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് അവൻ എടുക്കുകയൊന്നുമില്ല. അപ്പോൾ പുള്ളി എന്നോട് എടുക്കാൻ പറയുവാണ്. ഞാൻ നോക്ക് കൊടുത്തപ്പോൾ വേണ്ടെന്ന് തോളുകൊണ്ട് എന്നെ കാണിച്ചാലും തോളുകൊണ്ട് ഇങ്ങനെ പൊക്കി കാണിക്കും. അപ്പോൾ ഞാൻ കറിക്ക് നല്ല കുറുകുറാന്നരച്ച മോര് കാച്ചിയതും പിന്നെ സാമ്പാറുമായിരുന്നു കേട്ടോ. സാമ്പാറും പിന്നെ വേറെന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി കൂട്ടി ചേട്ടായിക്ക് ചോറ് കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണിത്. സാമ്പാർ ഇവിടെ മീൻ അങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മീൻ അങ്ങനെ വെച്ചാലും ആരും വെക്കണ അപ്പം തന്നെ കൂട്ടണം, അല്ലാണ്ട് പിന്നെ അതിനോട് വലിയ ഇതൊന്നുമില്ല. പിന്നെ വറുത്താൽ മാത്രം, അത് ഇഷ്ടമുള്ള മീനാണെങ്കിൽ. ചാളയൊന്നും ഇവിടെ അത്ര പിടുത്തേ ഇല്ല. എനിക്കാണ് ചാള ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് മേടിക്കാറ്. അപ്പോൾ ഇത് സാമ്പാർ ഇഷ്ടം കേട്ടോ. സാമ്പാർ ഇവിടെ ഡെയിലി ഉണ്ടെങ്കിലും സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്നലത്തെ പയറിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൊടുത്ത് ചേട്ടാനത് ചോറുണ്ണാനായിട്ട് ഇരുത്തി. 4 മണി കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചൂട്ട് ദേവനുമായിട്ട് കളിക്കാനായിട്ട് വന്നു. ഇതിക്കുട്ടനും ഉണ്ട്. ഇതിക്കുട്ടൻ കസേര കയറി ഇരിക്കുക. ഞാൻ കിച്ചൂട്ടിനെ പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ. കാരണം ദേവനൊരു ചെറിയ ചൂടും ചുമയുള്ളതുകൊണ്ട് ഞാൻ കിച്ചൂട്ടിനെ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിക്കുവാണെങ്കിൽ ദേവന് വയ്യാന്നും പറഞ്ഞ്. അപ്പം അച്ഛയോട് പറഞ്ഞു, അച്ഛാ അവിടെ ചുറ്റിയെടുത്ത് കപ്പയുണ്ടെങ്കിൽ ഒരു ചൂട് കപ്പയും പറിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ അത് അച്ചായി വന്നു. അച്ചായി വീഡിയോ ഞാൻ സൈഡിലേക്ക് എടുത്തേക്കണം, അതോട്ടോ ഇങ്ങനെ കാണിക്കണേ. അച്ചായി വിളിച്ച് പറഞ്ഞപ്പോഴേ വന്നു കൊച്ചിന് വയ്യെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് വറുത്ത്. ഞാൻ ഇപ്പറേ ഇരിപ്പുണ്ട് കേട്ടോ. വിതുക്കുട്ടൻ അച്ചായുടെ പോക്കറ്റൊക്കെ പൈസയൊക്കെ എടുക്കുക. വിതുക്കുട്ടനെ അച്ചായി എപ്പോൾ കണ്ടാലും വിതുക്കുട്ടൻ അച്ചായുടെ പോക്കറ്റ് തപ്പി ഫോൺ എടുക്കും, ചില്ലറ എടുക്കും. ഇതൊക്കെ തന്നെ പുള്ളിയുടെ പണി. കാശ് എടുത്ത് എന്നിട്ട് കഷത്തി വെച്ചുകൊണ്ട് നടപ്പാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. രണ്ടുപേരും ഞാൻ ഉറക്കാൻ കിടത്തിയത്. അപ്പോൾ അച്ചായി വിളിക്കണം സൗണ്ട് കേട്ടപ്പോൾ രണ്ടുപേരും ചാടി എണീറ്റ്. ദേവനെ ഉറക്കാൻ കിടത്തി. ദേവൻ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ കളിക്കാനായിട്ട് പോകും, സൈക്കിളിൽ ഓട്ടാനൊക്കെ പോകും. അപ്പം അതുകൊണ്ട് ഉറക്കാൻ കിടത്തിയതാണ്. അങ്ങനെ അച്ചായി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ചോറ് കൊടുത്ത് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി. ഇപ്പം തന്നെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞ് വിതുക്കുട്ടനെ ഞാൻ ഉറക്കി. ദേവനെ അവിടെ TV വെച്ച് കൊടുത്തേക്ക്. വിതുക്കുട്ടനെ വെച്ചിന് ഉറങ്ങി. ആരെങ്കിലും കൂടെ കിടക്കുവാണെങ്കിൽ വിതുക്കുട്ടൻ കുറച്ച് നേരം കൂടുതൽ നേരം ഉറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി അതായത് സ്ഥാനത്തേക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, വട്ടും കരളും. ഇതാണ് ഞാൻ ചേട്ടായി കൊണ്ടുവന്നു പറഞ്ഞത്. ഇത് കോഴിയുടെ വട്ടും കരളും കേട്ടോ. ഇവിടെ അങ്ങനെ മേടിക്കാറൊന്നുമില്ല. അപ്പം ഞാൻ ചേട്ടായോട് പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് എന്നെ മിനിഞ്ഞാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പം പുള്ളി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഇതാണ് മേടിച്ചത്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യുക. ഓൾറെഡി അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. എന്നാലും അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി, ചോരയൊക്കെ മാറ്റി 3-4 പ്രാവശ്യം കഴിക്കും. ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ടേക്കുമായിരുന്നു. പിന്നെ വിനാഗിരി ഒഴിച്ചൊക്കെ കഴുകി. അപ്പോൾ ഞാൻ അടുപ്പിലും വെച്ചു, ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ട്. അപ്പോഴത്തെ അച്ചായ കൊണ്ടുവന്ന കപ്പയാട്ടോ. അപ്പോൾ ഞാൻ മുറ എടുക്കാൻ പോയത്. മുറത്തിൽ നോക്കിയപ്പോൾ അവിടെ ഇതാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ പേപ്പറും എടുത്തുകൊണ്ട് വന്ന് പേപ്പറിനകത്ത് വെച്ച് കപ്പ പൊളിക്കാമെന്ന് വിചാരിച്ച്. നിറച്ച മണ്ണ ഉപ്പ് പറിച്ചുകൊണ്ട് വന്നതായതുകൊണ്ട് മൊത്തം മണ്ണായിരുന്നു അതിനകത്ത്. ചില കഷ്ണമൊക്കെ മുട്ടിക്കഷ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുറിക്കണത് ആ മുട്ടിയുടെ കഷ്ണം. അതെന്തോരം കണ്ടിച്ചിട്ടും പോകണില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞായിട്ടാട്ടോ കൊത്തി നുറുക്കുക ചെയ്യണേ, തുണ്ടല്ല മുറിക്കണേ.
അപ്പോൾ അത് കപ്പയൊക്കെ കഴുകി ക്ലീനാക്കി 3-5 നീര് കഴുകി നല്ല വെടിപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാം. കുക്കറിനകത്ത് കപ്പയിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഒഴിച്ച് അടച്ചു വെച്ച്, പിന്നെ ഞാൻ ഒരു സ്പൂണും കൂടി ഇട്ട് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ സ്പൂണിട്ടാൽ തിളച്ച് പോയില്ലെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഫ്ലോപ്പായിരുന്നു ഗൈസ്. എൻ്റെ ഇത് വെള്ളം ഓവറായിട്ടാണോ എന്നറിയില്ല, നല്ല പോലെ പോയായിരുന്നു. പക്ഷെ കപ്പ നല്ല സൂപ്പറായിട്ട് വെന്തായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ സ്പൂൺ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, പക്കയായിരുന്നു. പക്ഷേ ഇത് ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ഞാൻ കപ്പ വെച്ച് അപ്പുറത്ത് അതിരുന്ന് തിളക്കണുണ്ട്. അപ്പോൾ ഞാനെന്നാൽ വട്ടൻ കറിയെല്ലാം റെഡിയാക്കാമെന്ന് ഓർത്ത് സബോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി വെളുത്തുള്ളിയും കൂടി എടുത്ത് പൊളിക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് ചോദിച്ചായിരുന്നു സബോള കഴുകിയില്ലെന്ന്. ഞാൻ സബോള കഴുകാണ്ട് ഉപയോഗിക്കാറില്ല. സബോള കഴുകിയത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വീഡിയോ എടുത്ത് നോക്കിയാൽ എൻ്റെ കയ്യിലൊക്കെ വെള്ളമുണ്ട്. ഞാൻ സബോള കഴുകിയിട്ട് വന്ന് അരിഞ്ഞതിൻ്റെയാണത്. എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതാട്ടോ. അത് ഇന്നലെ ചോദിച്ചായിരുന്നു. ശരിയാണ്, ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ സബോള കഴുകാണ്ട് അരിഞ്ഞെന്ന്. അപ്പുറത്തെ സ്റ്റൗവിൽ കുക്കറും ഇരിപ്പുണ്ട്, അതും ഇരിപ്പുണ്ട് കേട്ടോ, വട്ടൻ കരളും. അപ്പം ഞാൻ സബോളയൊക്കെ നല്ല മെനക്ക് കഴുകി ഇത് ക്ലീനാക്കി. അപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ട് ഞാൻ കഴുകില്ലെന്ന് പറയരുത്, ഞാൻ ക്ലീനാക്കി കഴുകിയിട്ടുണ്ട്. സബോള കുഞ്ഞായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് മുളകും അരിഞ്ഞ് വെച്ച് 4ആയിട്ട് കീറി. മുളക് അധികം എരിവില്ലാത്ത മുളകാണ്. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി അരച്ചു കേട്ടോ. അപ്പം അത് ഇവൻ റെഡിയായി പക്കയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേപ്പില പച്ചമുളക് കാന്താരി മുളക്, കപ്പയ്ക്ക് കാന്താരി മുളകും പിന്നെ കപ്പയ്ക്കും വേണമല്ലോ വേപ്പില. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടി വേപ്പിലയും പച്ചമുളകും പറിക്കാൻ കാന്താരി മുളക് തുണി അലക്കിയിട്ടേക്കുവാണ്. കാന്താരി മുളക് കാണിച്ചത് ഇതൊക്കെ പുപ്പാമ്മയുടെ ക്രിയേഷനാണ്. പിന്നെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് പറിക്കുവാണ്, പഴുത്തത് നോക്കി പറിക്കാം. കപ്പയ്ക്ക് അധികമൊന്നും വേണ്ട, എന്നാന്ന് വെച്ചാൽ വിതുക്കുട്ടനൊക്കെ കഴിക്കണമുണ്ട്. അധികം എരിവ് വേണ്ട, ഇല്ലെങ്കിൽ വിതുക്കുട്ടനെ ഇച്ചിരി മാറ്റി വെക്കണം വേവിച്ചത്. അരപ്പിട്ടതൊന്നും പുള്ളിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ദേവന് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയുണ്ട് മുമ്പുണ്ടായിരുന്ന മുളകിന് അധികം എരിവില്ലായിരുന്നു, എന്തോരം വേണേലും കഴിക്കാമായിരുന്നു. വിനാഗിരിക്കകത്തൊക്കെ ഇട്ട്, സാധാരണ അമ്മ വിനാഗിരിക്കകത്ത് ഇടണ തോണ ഇട്ടില്ല. അപ്പോൾ വേപ്പില ഇതൊക്കെ ഒരു സുമാറിലാണ്ട് നിൽക്കും. എനിക്ക് കാന്താരി എന്തോരം ഇട്ടാലും ഇഷ്ടമാട്ടോ. ഇപ്പം നമുക്ക് ഇത്ര മതിയായിരിക്കും. മതിയോ? ഒന്നും കൂടി പറിക്കാം അല്ലേ, പഴുത്തതാണ് നിൽപ്പുണ്ട്. മതി. ഒരു ഷീറ്റിട്ടേക്കണത് പുല്ല് പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. നമുക്കിതേ വേപ്പ് നിൽക്കണുണ്ടോ, വേപ്പിലയും കൂടി പറിക്കാം. അപ്പോൾ കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാക്ക അതുവഴി നടന്നുകൊണ്ട് എന്നാൽ അതും കൂടി എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. വട്ടൻ കളർ റെഡിയാക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അതിനകത്തേക്ക് ഇടുക. പക്ഷേ എണ്ണ ചൂടായിട്ടില്ലായിരുന്നു, ഇച്ചിരി തീർത്തി കൂടിപ്പോയി, സാരയില്ല, അത് മൂത്തോളം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പില എടുത്തിട്ട്, നമ്മുടെ സ്വന്തം കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന സബോള,
എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ. ചിലർ പച്ചയായിട്ട്, അങ്ങനെയല്ല, നന്നായിട്ട് വഴന്നാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും കേട്ടോ. ഞാൻ കുറേ നേരം മൂടി വെച്ച് കേട്ടോ, നന്നായിട്ട് വഴന്നോട്ടേ ഓർത്ത്. അത് മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നീ പറഞ്ഞിട്ടാണോ അറിയാമെന്ന് ചോദിക്കരുത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കണം, ഇവിടെ അങ്ങനെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി എടുത്ത് വെച്ച വീഡിയോ ഒക്കെ പോയി ഗൈസ്, അത് റെക്കോർഡാക്കിയിട്ടില്ലായിരുന്നു. സാധാരണ ചിക്കൻ ചെയ്യുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് മൂപ്പിച്ച് കളർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെച്ചേക്കും എണ്ണ തെളിഞ്ഞ് കുറുകാനായിട്ട്. അപ്പോൾ കപ്പ നല്ല പൊടി പോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് ഇപ്പുറത്ത് കുറുകി ഒരു കുഴമ്പ് പരുവത്തിന് മതിയായിരുന്നു കപ്പയ്ക്കല്ലേ, അതുകൊണ്ട്. അതേ കപ്പയ്ക്കുള്ള തേങ്ങയുടെ അകത്ത് ഇഞ്ചിയില്ല കേട്ടോ, മുളക്, കാന്താരി മുളക്, ജീരകം, കറിവേപ്പില, 3-4 കഷ്ണം ഉള്ളി, വെളുത്തുള്ളി, ഇതും കൂടി ഇട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ കപ്പ റെഡിയാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റിയപ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട്, ഞാൻ ചെയ്യണ രീതി കേട്ടോ ഇത്. ചിലവർ കപ്പയുടെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് അരപ്പിടാറുണ്ട്. ഞാനിങ്ങനെ ചെയ്യാറ്. കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ അരച്ച് വെച്ചേക്കണ അരപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചച്ചോവ മാറാനായിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കപ്പ അതിനകത്തേക്കിട്ട് നല്ലപോലെ ചപ്രം ഇളക്കി നല്ല കുഴമ്പ് വരുവാക്കി എടുക്കുന്നത്. ഇതേപോലെ നല്ലപോലെ എടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തേക്ക് ഒഴിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ സമയത്തും നോക്കണം. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ എന്തൊരു മണമെന്നറിയാമോ. അപ്പം ഇത് നമ്മുടെ കപ്പയും അപ്പുറത്തെ വട്ടും കരളും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പതിവ് പോലത്തെ തന്നെ വാഴയില വെട്ടി അതിനകത്ത് എന്താ ദിവസം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു. ടാറ്റാ ബൈ.